സാർ നമസ്കാരം. നമസ്കാരം. ED ആക്രമിച്ചൊരു കേസ് സാറിൻ്റെ ഓർമ്മയിലുണ്ടാവും. ഈ കഴിഞ്ഞ മെയ് 27 പിണറായി വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ED റെയ്ഡിനെത്തിയത്. വാടക വീട്ടിൽ വീണ വിജയൻ്റെ മകൾ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRലും തമ്മിൽ നടന്ന ഇടപാടുകളെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണത്തിലാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഈ EDയുടെ റെയ്ഡ് പിണറായി വിജയൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ അവർ 5:30 രാവിലെ 5:30 എത്തി. അവർ അത് കഴിഞ്ഞ് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഏതാണ്ട് 3:30-4 മണിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സമയത്ത് പുറത്ത് തടിച്ചുകൂടിയിരുന്ന CPMൻ്റെ പ്രവർത്തകർ, അവിടെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ഉണ്ടായിരുന്നു, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉണ്ടായിരുന്നു, മന്ത്രി അപ്പനായ മുൻ വിദ്യാഭ്യാസവും ശിവൻകുട്ടി ഉണ്ടായിരുന്നു, A റഹീം ഉണ്ടായിരുന്നു MP, മാത്രമല്ല തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ V ജോയി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ റോഡ് ഉപരോധിച്ച് ED ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് റെയ്ഡ് കഴിഞ്ഞ് വീണ വിജയൻ്റെ ബാങ്ക് പാസ്ബുക്കുകൾ, അവരുടെ ഫോൺ അടക്കമുള്ള കണ്ടുകെട്ടി കൊണ്ടുപോകുമ്പോൾ ഈ തെളിവുകളായി മടങ്ങുമ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിനിടയിലാണ് അതിന് കൃത്യവിലോപം ഉണ്ടാക്കുന്ന രീതിയിൽ ED ആക്രമിക്കുന്നത്. ഈ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കയ്യിൽ കിട്ടിയത് എന്തും ആക്രമിക്കാൻ ഉപയോഗിച്ച് വടി, ഇഷ്ടിക ഒക്കെ വലിച്ചെറിഞ്ഞ് കാറ് തല്ലി പൊളിക്കുന്നു, വെള്ളം നിറച്ച കുപ്പി വരെ വലിച്ചെറിയുന്നു. പ്രാകൃതമായ രീതിയിൽ ഇവർ ഒരു തരത്തിലും ഒരു സംസ്കാരമില്ലാത്ത രീതിയിൽ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു. അതായത് ഇവിടെ ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ. പിണറായി വിജയന്റെ ഭരണം കേരളമാണ്. അതെ, പിണറായി വിജയന്റെ ഭരണം മാറിയതൊന്നും ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് എടുത്തത്. 26 പേർക്കെതിരെ കേസെടുത്തു. 25 പേര് ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ട്. അതിൽ ഒരാൾക്ക് PP-യുടെ ഒരു നിലപാട് മൂലം ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥയുണ്ടായി. അയാൾ ജാമ്യം കിട്ടി പുറത്തു പോയി. അയാൾ പുറത്തേക്ക് കിടക്കുകയും ചെയ്തു. ഈ 25 പേര് അകത്ത് കിടക്കുന്നു. അതിൽ ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ, CPMൻ്റെ ഒരു പ്രവർത്തകൻ. ഈ പ്രവർത്തകൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആറ്റുകാലുണ്ണിക്ക് അച്ഛനെ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചില്ല. കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ സമർപ്പിച്ചിട്ടും കോടതി അതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല. മരണശേഷം അച്ഛൻ്റെ ശേഷക്രിയയ്ക്ക് വേണ്ടിയിട്ട് 3 ദിവസത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഒറ്റ ബന്ധുക്കളും തന്തുബന്ധുക്കളുടെ ഒരു വിയോഗത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ അത്ര കണ്ട് കുടുക്കിയിരിക്കുന്നു CPM. എന്തിനു വേണ്ടിയാണ്? ഈ പിണറായി വിജയൻ്റെ മകൾ CPMലെ അംഗമല്ല. അപ്പോൾ ഈ CPMലെ അംഗമല്ലാത്ത ഒരാളുടെ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ വരുമ്പോൾ CPMകാർക്ക് എന്ത് കാര്യം? പിണറായി വിജയൻ തന്നെ പറയുന്നു, എന്നോട് അവർ യാതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. വീണയോട് എന്തൊക്കെ സംശയങ്ങൾ വീണയോട് എന്തൊക്കെ ചോദിച്ചു അവരതിന് മറുപടിയും കൊടുക്കുന്നുണ്ടായി. എന്നിട്ട് പിണറായി വിജയൻ രണ്ടാമത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇതിനെ ചെറുക്കും. അതായത് നിങ്ങൾ എനിക്ക് വേണം. യാതൊരു CPMമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ വീട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് റെയ്ഡ് ചെയ്യാമെന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതാണിത്. അവർ ആ കേസിൽ 25 പേര് അകത്ത് പോയപ്പോൾ ഒരാളുടെ അച്ഛൻ മരിച്ചിട്ട് പോലും കാണാൻ പറ്റിയില്ല. ജാമ്യം കിട്ടാതെ വന്ന് 3 ദിവസത്തെ ജാമ്യം ശേഷക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തീരാറായി. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. ഇത് മാത്രമല്ല അതിൻ്റെ പുറകിലുള്ള കേസ്. ED 7 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു 3 കാറിൽ സഞ്ചരിച്ചത്. ഒരു കാറ് തല്ലിപ്പൊളിച്ചിട്ട് ആ കാറ് CIT യൂണിയനിൽപ്പെട്ട ഒരാളുടെ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാറ് നന്നാക്കി തരാമെന്ന് A റഹീം പറഞ്ഞു, ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ആ പണം നിങ്ങൾക്ക് തന്നാൽ അത് തെറ്റായ വ്യാഖ്യാനമായിരിക്കും, സമൂഹത്തിന് കൊടുക്കുക, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ED ഉദ്യോഗസ്ഥർ ആ കാശ് കൊടുത്ത് ഏതാണ്ട് 1,77,000 രൂപയാണ് അത് അവർ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതല്ല, ഇതിൽ മറ്റൊരു ടിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. 7 ED ഉദ്യോഗസ്ഥന്മാരാണ് 3 കാറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ 1 കോടി രൂപ വീതം ഓരോരുത്തർക്കും മാനനഷ്ടം ഉണ്ടാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് ആര് കൊടുക്കണം? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ 25 പേര്, 26 പേർക്ക് ഇതിനുള്ള കേസെടുത്തിരിക്കുന്നത്, അവർ ഇന്നത് കൊടുക്കേണ്ടി വരും. കൂടാതെ അവർക്ക് നല്ല നല്ല വക്കീലന്മാരെ ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കോടതി ചെലവ് ഉൾപ്പെടെ ഇവരിൽ നിന്ന് കൊടുക്കേണ്ടതായി വരും. ഈ 1,77,000 രൂപ കാറ് നന്നാക്കാൻ കൊടുത്ത കാശ് ഉൾപ്പെടെ ഇവരിത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതാണ്ട് ഒരു 10-15 കോടി രൂപയുടെ ഒരു ഇടപാടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, പിണറായി വിജയൻ ഇവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ
10 കോടിയോ 15 പോലെ നടക്കും. പുഷ്പം പോലെ നടക്കും. പക്ഷെ അതിന് പക്ഷേ ഈ കമല ചേച്ചിയുടെ ഒക്കെ ഒരു അനുവാദം വേണ്ടി വരും. അല്ല, അപ്പം അവിടെയുള്ള പ്രശ്നം അവിടെ അല്ല. ഈ കേസിൽ ഇനി പിണറായി വിജയൻ സഹായിക്കാനൊന്നും മടി കാണിക്കും. മറ്റേത് എത്ര മുടക്കിയാലും അത് തിരിച്ച് പിടിക്കാവുന്ന ധൈര്യമുണ്ട്. ഭരണം കിട്ടും, ഭരണം കിട്ടും, തിരിച്ച് പിടിക്കാം. 3-ാം ടേമോ 4-ാം ടേമോ 5-ാം ടേമോ എത്ര വേണേൽ കിട്ടാം. പിന്നെ എത്ര വേണേൽ ഉണ്ടാക്കാം. കരിമണൽ വഴിയോ കശുവണ്ടി വഴിയോ എങ്ങനെ വേണേൽ ഉണ്ടാക്കാം. അപ്പം ആ സുരക്ഷിതത്വം പോയി. ഇനി കയ്യിലുള്ള കാശ് എങ്ങനെയും ഇടി കൊണ്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൺസെൻട്രേഷൻ. അതിനിടയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് വേറൊരാൾക്ക് കൊടുക്കാൻ തയ്യാറായില്ല. അത് കളയാതെ നോക്കുക. അത് പോകും കൂടെ, എന്നാൽ അത് മാക്സിമം കളയാതെ നോക്കും. അതുകൊണ്ട് ഇനി ഇവർക്ക് സൂചനോ അത് ഈ ചില്ലറ കാര്യത്തിൽ കൊടുക്കാനുള്ളതല്ല. അത് വലിയ വക്കീലന്മാരെ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ അമേരിക്കനൊക്കെ സോളിസിറ്റർമാരെയൊക്കെ കൊണ്ടുവന്ന് വലിയ വാദമൊക്കെ നടത്തേണ്ടി വരും. പിണറായി വിജയിച്ചതൊക്കെ നടക്കും, ഈസിയായിട്ട് നടക്കും. പക്ഷേ ഇവിടെ അല്ല, ഈ നമ്മുടെ ഒന്ന് ഇടയിൽ കയറി പറഞ്ഞോട്ടെ, ഈ മാത്യു കുഴൽനാടന് ഒരു അസോസിയേറ്റ്സ് ഉണ്ട്. കാരണം അവർ ഈ കമ്പനികാര്യ കേസുകളാണ് നടത്തുന്നത്. അതിപ്പോൾ ഇൻ്റർനാഷണൽ കേസുകളാണ് അവർ ഏറ്റെടുത്ത് നടക്കണേ. അല്ലാതെ ചെറിയ വെട്ടും കൊലപാതകമൊന്നും അവരെടുക്കുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്പർദ്ധയൊക്കെ മറന്നിട്ട് വേണമെങ്കിൽ കുഴൽനാടൻ തന്നെ ഉറപ്പാണ്. ഞാൻ താങ്കളോട് പറയാമെന്ന പോയിന്റതാണ്. കുഴൽനാടനെ വരെ ചിലപ്പോൾ ഈ വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന് വരും. കാരണം ഇന്റർനാഷണൽ ഫേം അത് 10-60 പേരോടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ജൂനിയറായിട്ട്. അല്ലാണ്ട് വെറുതെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ മുദ്രാവാക്യം വിളിച്ച് ചെകുവരെ വിളിച്ച് നടക്കുന്ന ആളല്ല കൊള്ളനാടൻ. അങ്ങനെ ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ആ കൊള്ളനാടൻ്റെ വക്കീലന്മാരെ വിളിച്ച് കേസ് നടത്തുന്ന ഈ ചെലവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ധർമ്മസംഘടന ഇപ്പം എന്താ? അപ്പോൾ നമുക്ക് ഏത് ഗതികെട്ട സമയത്ത് 5 മണിക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലാമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കൃത്യതയുണ്ട്. 5 മണിക്ക് നമ്മളെ തൂക്കിക്കൊല്ലും. ഇതുവരെ ആരെയും അങ്ങനെ പിന്നീട് വെറുതെ വിട്ടിട്ടില്ല. 5 മണിക്ക് തൂക്കിക്കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ ആ സത്യമായിട്ട് പൊരുത്തപ്പെടും. ഇപ്പോൾ ചെന്താമര കണ്ടില്ലേ? ചെന്താമരയുടെ മുഖാവും പിണറായി വിജയനുണ്ടാവും. എന്ത് വേണേൽ സംഭവിച്ചോട്ടെ. ചെന്താമര എന്നാണ് എന്നെ തൂക്കിക്കൊന്നു. തെറ്റുകൾ സംഭവിച്ച് കുറ്റബോധം ഉണ്ടാകുന്ന അവരൊക്കെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അല്ല, ആ മാനസികാവസ്ഥ നമുക്കും ഉണ്ടാകുന്നത്. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഒരു ചെന്താമര എന്നാ പറഞ്ഞാൽ അല്ല രക്ഷപ്പെടുന്ന അയക്കറിയാം. പിന്നെന്നാ മാർഗം? ആ വരാനിരിക്കുന്ന വിപത്തുമായിട്ട് അതെത്ര കൊടിയതാണേലും അതുമായി പൊരുത്തപ്പെടുക. അത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഉടനെ ഇയാൾ ജയിലിൽ തൂങ്ങാൻ ചെയ്യുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നില്ല, ചെയ്യാൻ ചാൻസ് കിട്ടിയാലും ചെയ്യില്ല. തൂക്കിക്കൊല്ലയുടെ അവിടെ തലേ ദിവസം ചാടിപ്പോകാൻ നിർമ്മിക്കുന്ന വളരെ ചുരുക്കം കേസേ ഉള്ളൂ. പിറ്റേ ദിവസം വെച്ചിരിക്കുക, തൂക്കാൻ വെച്ചിരിക്കുക. എന്നാൽ പോലും ഓടി രക്ഷപ്പെടാനുള്ള മാർഗം പോലും ഇല്ല എന്നറിയുമ്പോൾ അവൻ്റെ മാനസികഭാവം. പിണറായി വിജയൻ്റെ ഭാഗത്തേക്ക് ED എക്സാലോജിക്കൊക്കെ ഒരു വശത്തോടെ വരുത്തും. ഇപ്പുറത്തൂടെ പിണറായി വിജയൻ്റെ സിംഗിടികളായ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ വേറെ പറയുന്നു. ദേവസ്വത്തിൻ്റെ ശബരിമലയും അയ്യപ്പനും ഒക്കെ കൂടെ വേറൊരു വഴിക്കൂടെ വരുന്നു. ശരിക്കും പറഞ്ഞ കഴുത്തിന് ചുറ്റും കേസായി. അപ്പോൾ അപ്പുറത്തൂടെ വിദേശ എംബസികളും സ്വർണ്ണക്കടത്തുകാരും വേറെ വഴിക്ക് വരുന്നു. ഒന്നും പോരാതെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും EP ജയരാജനും ഒക്കെ പിണറായി വിജയൻ്റെ കഴുത്തിന് പിടിക്കാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും പിണറായി വിജയൻ്റെ അവസ്ഥ? പിണറായി വിജയനെ നാളെ ഇവർക്ക് തള്ളിപ്പറയാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥ വരികയാണ്. ഈ പാർട്ടിക്ക് മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനം. പിണറായി വിജയൻ ഇന്നലെ വരെ ആരാണെന്ന് അറിഞ്ഞാലും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ പിണറായി വിജയനെ തള്ളിപ്പറയണമെന്ന് പക്ക തള്ളിപ്പറയും. ഒരു മടിയും അല്ല. അവരെപ്പോഴും അതിന് കണ്ടെത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനമാണ് വലുത്. പ്രസ്ഥാനത്തിനെതിരെ ആരും നിൽക്കുന്നോ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അച്യുതാനന്ദന്റെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് തന്നെയാണല്ലോ, ആരെങ്കിലും ഈ പാർട്ടിക്ക് മേലെയാണെന്നൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. അതിനവരുടെ മുദ്രാവാക്യമുണ്ട്. സ്വർണം കായ്ക്കും മരമെങ്കിലും പെരയ്ക്ക് മുകളിൽ വളർന്നാൽ വെട്ടി നിരത്തും കട്ടായം. അപ്പോൾ അതിപ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിലാണ്. പിണറായി വിജയൻ സ്വർണം കായ്ക്കുന്ന മരമായിരുന്നു, തങ്കം കായ്ക്കുന്ന മരമായിരുന്നു. പക്ഷേ വെട്ടി നിരത്തുമെന്ന മുദ്രാവാക്യം കായ്ച്ച് തങ്കമൊന്നും പാർട്ടിക്കാർക്ക് കിട്ടിയിട്ടില്ല. അതറിയണ്ട. തങ്കം കായ്ക്കുന്ന മരമാണ്. അത് സഖാക്കൾ തന്നെ അത് വെട്ടി നിരത്താൻ തീരുമാനിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടണ്ട. ഇനി പിണറായി വിജയനെ രക്ഷിക്കാൻ മോഡിയെ എനിക്ക് വിശ്വാസമില്ല. പിണറായി വിജയനെ ഒറ്റ കൈ പ്രയോഗങ്ങൾ മോഡി നടത്തും. ഈ കേസ് നീട്ടിയാൽ മതി, NIAക്ക് വിട്ടുകൊടുത്താൽ മതി. വീണ്ടും പിണറായി വിജയൻ 1 വർഷം കൂടെ വേണം നീട്ടി മേടിക്കാം. കേസ് പഠിക്കാനും വിചാരണ ചെയ്യാനും ഫയലുകളെല്ലാം ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പറ്റാനൊക്കെ എടുക്കും. പക്ഷേ ഈ ഇപ്പോഴത്തെ നമ്മളുടെ ഈ കേന്ദ്രത്തിലെ ചില നിലപാടുകൾ കാണുമ്പോൾ മോദിയുടെ നില അവിടെ അത്ര സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോണല്ലോ. അല്ല, ഡിലേയിങ് ടാക്ടിക്സ്. അത് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ മോഡിയുടെ ഗുരുവാക്ക് ലാബിലും കേസ് എത്ര നേരം നിന്നെന്നറിയാമല്ലോ. അതേ രീതിയിൽ ഇവിടുത്തെ ഈ കേസും വീണാ വിജയൻ്റെ കേസും ആ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകാൻ നോക്കും. മാക്സിമം നോക്കും. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ കണ്ടാണ് വീണാ വിജയന് പകരം അതേ രീതിയിൽ ഫേസ് കട്ടും ഒക്കെ ഉള്ള പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ പകരം ബിനാമി തടവുള്ളിയായിട്ട് ഒരു ഡമ്മിയെ കൊടുക്കും. അതൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. സാർ പറഞ്ഞു അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അതുവരെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടണം.
അതിന് സഹായിക്കുന്ന ഇപ്പം അജിത് കുമാറിനെ പോലെ ഉദ്യോഗസ്ഥന്മാരെ കൂടെ. പക്ഷെ അജിത് കുമാർ അകത്തായ തീരുമാനമായല്ലോ, അജിത് കുമാറിനായിരുന്നു തീരുമാനം. അത് ഇവർക്ക് വലിയ ഷോക്കാണ്. അത് കൃത്യം ഈ എന്നാ പറയുന്നത്, മോങ്ങാനിരുന്ന പട്ടിയുടെ നായുടെ തല തേങ്ങ വീണെന്ന് പറഞ്ഞാൽ മോങ്ങാനിരുന്ന CPM തല അജിത് കുമാർ വീണു, അല്ലെ വീഴ്ത്തി. അതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മോങ്ങാൻ മാത്രമല്ല. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു ഈ പിണറായി വിജയൻ്റെ ബലമുണ്ടെന്ന് പറയുന്ന ഓരോരോ ചിറകുകൾ അരിഞ്ഞരിഞ്ഞ് വരികയാണ്. ഇത്രയും നാൾ പിണറായി വിജയൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കർത്ത തനിക്കെതിരായി നീങ്ങില്ല, അല്ലെങ്കിൽ കർത്തയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മൊഴി ഉണ്ടാവില്ല എന്നുള്ളത് പിണറായിയുടെ വലിയൊരു കണക്കൂട്ട് തന്നെയായിരുന്നു, ഒരു ഗ്രിപ്പായിരുന്നു. പക്ഷെ അവിടെ താളം തെറ്റി. കാരണം കർത്തയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെ താങ്ങി നിൽക്കേണ്ട കാര്യമില്ല എന്ന് കർത്ത മനസ്സിലാക്കി. അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഒരു ഡീല് നടന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ED ഇപ്പോൾ എത്രയായാലും കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാഷ്വാലിറ്റിയൊക്കെ ഇപ്പോൾ നമ്മൾ ചിദംബരത്തിൻ്റെയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയൊക്കെ കാര്യത്തിൽ കണ്ടതുപോലെ ഏതെങ്കിലും തരത്തിലൊരു പാഷ്വാലിറ്റി ED കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്തയായിട്ട് ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കാരണം കർത്തയെ രക്ഷിക്കണം, വീടിനെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന ഒരു പാക്കേജ് ഉണ്ടായാൽ മാത്രമേ ഉണ്ടായാൽ മാത്രമേ അതിന് VD സതീശനും രമേശ് ചെന്നിത്തലയും കൂട്ടു നിൽക്കുകയും കൂടെ വേണം. കാരണം ഇപ്പോഴത്തെ മാത്രമല്ല ഒരു 138 കോടി രൂപയുടെ ഒരു കണക്ക് പുസ്തകം വേറെ അവിടെ ഉണ്ടായിരുന്നേ, അതിനകത്ത് ഇവരൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്കുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ തയ്യാറാവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നീക്കുപോക്കിൽ ആരെങ്കിലും ഒരാളെ രക്തസാക്ഷിയാക്കി മാറ്റി നിർത്താനേ പറ്റുള്ളൂ. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ മോഡി സ്റ്റബോൺ ആണെങ്കിൽ മോഡിക്ക് കേരളത്തിലെ BJP പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ മോഡിക്ക് കിട്ടുന്ന സുവർണാവസരം. മോഡി ഇനി പിണറായി വിജയന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മോഡിക്ക് 1-2 സീറ്റോടെ ചിലപ്പോൾ കൂടുതൽ കിട്ടിയതിന് പിണറായി വിജയനെ സഹായിക്കാൻ പോയി എന്നുള്ളൊരു മൈനസ് മാർക്കായിട്ട് മോഡിക്ക് അല്ലെ BJP വോട്ടുകളെ ബാധിച്ചിട്ടുണ്ട്. അല്ല, അത് അവരങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്ന് വേണമല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം അതിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ്റെ ED വീട്ടിൽ റെയ്ഡിന് വന്നു കഴിഞ്ഞപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇരുന്ന 25 പേരുടെ ജയിലിൽ എന്ന് പുറത്തിറങ്ങും എന്നുള്ളത് അറിയില്ല. ജയിലിനെ മതിലിടിഞ്ഞാലും ഇനി പുറത്തു വരുമെന്ന് അറിയില്ല. കൂടാതെ ഏതാണ്ട് 10-15 കോടി രൂപ ഇനി കണ്ടെത്തേണ്ടായി വരും. ഈ EDയുടെ കേസ് ഉൾപ്പെടെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ആ കേസ് നടത്തുന്നതിന് ചിലവ് കൊടുക്കണം. ഈ കൂടാതെ കാറിന് അവർ കൊടുത്ത 1,77,000 രൂപ കൊടുക്കണം. ഇങ്ങനെ നാളെ ചെല്ലും തോറും കർത്താവ് കൊടുക്കും, ED ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. അപ്പോൾ അത് ഏത് തരത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട 25 മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഈ പ്രവർത്തകർ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇത് ഒരു പാഠമായി. കാരണം ഒരു ചെറിയ വാചകം കൂടെ പറഞ്ഞിട്ട് ഇടയ്ക്ക് പിന്നെ പറയും. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ഒരു സംശയം. അത് പ്രദീപിന് പറയാൻ പറ്റും എന്നാണ് എനിക്ക് ബോധ്യമുണ്ട്. പിണറായി വിജയൻ ഒരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വീണാ വിജയനെയും തള്ളിപ്പറയാൻ മടി കാണിക്കും? അല്ല, ഇവിടെ അതൊരു സങ്കീർണമായൊരു ചോദ്യമാണ്. ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുത്രവാത്സല്യമുള്ള ഒരു ധൃതരാഷ്ട്രരുടെ പോലെ അങ്ങനെ അന്ധനായിട്ടുള്ള പുത്രവാത്സല്യം കൊണ്ട് അന്ധനായി തീർന്നൊരു പിതാവ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും പിണറായി വിജയനെക്കുറിച്ച് ഒരേ ഒരു ഗ്രേസ് പോയിൻ്റേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കുടുംബത്തോട് ഇത്രയധികം സ്നേഹമുള്ള, മക്കളോട് സ്നേഹമുള്ള, ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഭരണാധികാരി. അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെയാണ് പിണറായി എപ്പോഴും ഭരിച്ചിട്ടുള്ളത് എന്നാണ് സ്വപ്ന പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം കുടുംബത്തോട് കരുതലുള്ള ഒരാളെന്ന രീതിയിൽ തീർച്ചയായും സാറ് പറഞ്ഞ ഈ വിഷയത്തോട് ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി പറയാൻ സാധ്യമല്ല. എന്തായാലും മകളെയും കുടുംബത്തെയും തള്ളിക്കൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ഒരു ധാരണയിലേക്ക് പോകും തോന്നില്ല. പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്, വേറെ ആരെങ്കിലും ചോദ്യം ചോദിക്കുക. തീർച്ചയായും. അപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഈ EDയെ പ്രതിരോധിക്കാൻ പോയ CPM-കാർക്ക് ഒരു പാഠമായിരിക്കണം. ഇനിയിപ്പോൾ എന്ത് തന്നെ വന്ന് പ്രശ്നം ഉണ്ടായാലും ഇനി ഒരാളെ പോലും അല്ല. അതിനുശേഷം കൊച്ചി വിളിച്ചപ്പോൾ അതിനുശേഷം റെയ്ഡ് നടത്തിയല്ലോ, ED റെയ്ഡ് നടത്തിയല്ലോ. വീണയുടെ വീട് വീണ്ടും റെയ്ഡ് നടത്തി, പിണറായിയിൽ പോയി റെയ്ഡ് നടത്തി. അപ്പോഴൊന്നും ഒരു മനുഷ്യനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം അതിലും തീരുമാനമായി. ഇനി ഇത്രയും കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അറസ്റ്റോ റെയ്ഡോ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും ഇപ്പോൾ ഈ 25 പേരുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കഷ്ടം. ആറ്റുകാൽ ഉണ്ണിയുടെ കാര്യം കഷ്ടമായി. അതുപോലെ തന്നെ IP ബിനു എന്ന് പറഞ്ഞ ആൾ അതിന് മുന്നിലുണ്ടായിരുന്നു. അയാൾക്ക് വേറെ എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ വലിയ കഷ്ടത്തിൽ അവരുടെ വീട്ടുകാരൊക്കെ വന്ന് AKG സെൻറ്ററിൽ ഒച്ചപ്പാടുണ്ടാക്കി, V ജോയിയോട് പ്രശ്നങ്ങളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേൾക്കണത്. എന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്തയുടെ മൊഴി വന്നതോടുകൂടി ഇനി ലോക്കായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ അതോടെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇതിൽ ഏറ്റവും വലിയ തകരാറ് CPM-ന് പറ്റിയിരിക്കുന്നത്, CPM അണികൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്ത് പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്താലും പാർട്ടിയുടെ നേതാക്കളിലെ പാർട്ടി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സാമ്പത്തികമായിട്ടും അല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ധൈര്യം അണികൾക്ക് ചോർന്നു പോയിരിക്കുന്നു. തീർച്ചയായും ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.